ലാൽകൃഷ്ണൻ ചേർന്ന് ഗുഡ് മോർണിംഗ് ലാൽ. ദൃശ്യങ്ങളിൽ ഞാൻ കാണുമായിരുന്നു എന്തുമാത്രം ആനയാ, ഇത്രയൊക്കെ ആനകൾ കൂട്ടത്തോടെ പോകുമെന്ന് അതിശയം തോന്നുന്നു. ആദ്യമേ ഒരു കാര്യം, ഇത് ഗൊണരേഷു നാഷണൽ പാർക്കിലെ കാഴ്ചയാണ്. ഞാനിത് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ആ പേര് മറന്നു, അതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞ് ഒപ്പിച്ചു വെച്ചതാണ്. വേറെ വിചാരിക്കേണ്ട. ഇത്തരം കാഴ്ചകൾ ആഫ്രിക്ക നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുള്ളത് മനോഹരമായ പല കാഴ്ചകൾ കൊണ്ടും തന്നെയാണ്. ആഫ്രിക്കയിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഒരു അടുത്ത കാലം മുമ്പ് തേനിയിലൊരു കാട്ടാനക്കൂട്ടം ഇങ്ങനെ കടന്നു പോകുന്നതിൻ്റെ വിഷ്വൽ സമാനമായതാണ്. ഇത് നമ്മൾ സാധാരണ ഒരു നാട്ടിലെല്ലാവരും പറയുന്ന പോലെ പറയുന്നത്, ആൾക്കൂട്ടം കാണുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു പഞ്ചായത്തിനുള്ള ആളുണ്ടല്ലോ എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിനുള്ള ആനക്കൂട്ടത്തെയാണ് നമ്മളവിടെ കാണുന്നത്. ശരിക്കും എൻ്റെ അത് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയന്മാരുണ്ട്, ചേട്ടന്മാരുണ്ട്, അമ്മാവന്മാരുണ്ട്, അമ്മായിമാരുണ്ട്, അങ്ങനെ ഒരു വലിയ സമൂഹം, ഒരു കൂട്ടുകുടുംബം അങ്ങ് കടന്നു പോകുന്നതാണ്. അവർ പോകുന്നത് ആ പുഴ കടന്ന് അക്കരയ്ക്ക് പോകുന്നതാണ്. ആ പുഴ കടന്ന് പോകുമ്പോഴുള്ള കുറേ കാഴ്ചയുണ്ട്. അത് ഈ തുമ്പിക്കൈ പൊക്കി പിടിച്ച് പോകുന്ന ഒരു കാര്യമുണ്ടല്ലോ. സത്യത്തിൽ അത് വളരെ മനോഹരമായി തന്നെ അത് ഒബ്സർവ് ചെയ്ത് അവർ എടുത്തു. അത് ഇൻസ്റ്റഗ്രാമിലൂടെ അവർ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ശ്രദ്ധേയം. ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവ കടന്നു പോകുന്നതാണ്. അപ്പോൾ ഈ കുട്ടി ആനകളെയൊക്കെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ച വളരെ മനോഹരമാണ്. നമ്മൾ കുറച്ച് നേരം മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നാട്ടാനകളെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയും അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവർക്കുണ്ടാകുന്ന സംഘർഷങ്ങളും മറ്റു കാര്യങ്ങളെക്കുറിച്ചാണ്. കാട്ടിലും സംഘർഷവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കാട്ടാനകളുടെ ജീവിതം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സൂര്യവിഹാരമാണ്. ഒരു ദിവസം ഏകദേശം ഇവർ 100 കിലോമീറ്ററിനടുത്ത് സഞ്ചരിക്കും എന്നാണ് പറയുന്നത്. രാത്രിയും പകലുമായിട്ടാണ് ഇവർ സഞ്ചാരം നടക്കുക. കാട്ടാനകളുടെ പൊതുവെയുള്ള സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ ആ സഞ്ചാരപാത അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്നുള്ളതും അവരുടെ പാതയിൽ അവർ അതേ രീതിയിൽ തന്നെ തിരിച്ചു വരും എന്നുള്ളതുമാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ളത് ഇടുക്കി മലയോര മേഖലകളിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം സ്വൈര്യവിഹാരം അവർക്കുണ്ടോ എന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും സംശയമുണ്ട്. എന്താണെങ്കിലും ആഫ്രിക്കയിലെ ആനകളുടെ കാര്യത്തിൽ ആ ഒരു പ്രശ്നമില്ല. നമ്മൾ കാണുന്ന ആനകൾ അത്രത്തോളം ഹാപ്പി ആയിട്ടും എൻജോയ് ചെയ്തുമാണ് ആ മൊമെൻറ്റുകളിൽ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്.